ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ജോലി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ജോലി എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ പല ആളുകൾക്കും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട്, വീടിൻ്റെ അടുത്തൊരു ജോലി വേണം ആഗ്രഹമുണ്ട്, എന്നാൽ അത് കിട്ടാതെ പോകുന്നു. കേരളത്തിൽ നമുക്കറിയാം, കൊച്ചി, ട്രിവാൻഡ്രം അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട്. എന്നാൽ വീടിൻ്റെ അടുത്ത് ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ കുടുംബശ്രീയും വിജ്ഞാന കേരളവും സംയുക്തമായി വീടിൻ്റെ അടുത്ത് ജോലി നൽകുകയാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ചേരുകയാണ്. മാഡം, വീടിനടുത്തൊരു ജോലിയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ നമ്മളുടെ അഭ്യസ്തവിദ്യരായ വനിതകൾക്ക് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ്. സ്ത്രീകൾക്ക് നല്ല പഠനമുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, പേരൻസ് വാർദ്ധക്യം ഉള്ള ആൾക്കാരായിരിക്കും. അവരെ വിട്ട് അവർക്ക് സിറ്റിയിലൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ അയൽക്കൂട്ടത്തിലും ഓക്സിലറിയിലും ഒക്കെയുണ്ട്. അവരെ മൊബിലൈസ് ചെയ്ത് അവർക്കൊരു ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു ഹയർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നടപ്പിലാക്കുന്നത്. ഹയർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ നൈപുണി ഒന്നും കൂടെ പരിശീലനം കൊടുത്ത് ഒന്ന് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്ത് അവരെ ജോലിക്ക് വിടുന്ന ഒരു വലിയ പദ്ധതി. ഈ വർഷം ഞങ്ങൾ 5000 വനിതകൾക്കെങ്കിലും പ്രാദേശികമായി ജോലി കൊടുക്കണമെന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെ ജോലി ആവശ്യം വരുമ്പോൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പലപ്പോഴും സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അതെ, അത് പിന്നെ ജോലിക്ക് നമ്മൾ ആദ്യം നമ്മൾ എംപ്ലോയീസിനെ കണ്ടെത്തി, എംപ്ലോയീസ് ഓരോ ജോലിയുടെ ജോബ് റോളും ശമ്പളം ഉൾപ്പെടെയുള്ള ലിസ്റ്റ് നമുക്ക് തന്നു. അതനുസരിച്ചിട്ട് നമ്മൾ അയൽക്കൂട്ടങ്ങളിൽ കൊടുത്തിട്ട് ജോലി ആവശ്യമുള്ളവർ അതിൽ എൻട്രി ചെയ്യുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ ജില്ലയിൽ 3 ഭാഗത്ത് വെച്ചിട്ട് തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നു. ഈ തൊഴിൽമേളകളിൽ അവർ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കും. അത് പ്രധാനമായിട്ടും എല്ലാവർക്കും കൊടുക്കുന്ന 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അത് കസ്റ്റമർ വന്നാൽ എങ്ങനെയാണ് അവർ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരിതും. പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ട്രെയിനിങ്ങാണ്. അത് ഓരോ ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല, ഫുഡ് മേഖല, അതൊക്കെ അനുസരിച്ചുള്ള അപ്പോൾ ഇതിനൊരു മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജൂലൈ തൊട്ട് നമ്മളുടെ ഈ കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് കൂടെ കൊടുക്കും. അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കിൽഡായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ തൊഴിലാളികളെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയുടെ വിശ്വാസ്യതയുമുള്ള പ്ലാറ്റ്ഫോമിൽ അവർക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പുതിയ ജോലിയിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തിരിച്ചുകൊണ്ടല്ലോ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്കും നല്ല സ്ഥാപനങ്ങളിൽ, അതായത് ഒരു വിശ്വാസിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. മിനിമം നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ട് 10,000 രൂപയെങ്കിലും ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന മാത്രമേ നമ്മൾ ജോബ് റോൾ എടുത്തിട്ടുള്ളൂ. ഈ സ്ത്രീ സുരക്ഷയ്ക്കുള്ള അതെ അതെ, തീർച്ചയായിട്ടും 100%. ഇപ്പോൾ കുടുംബശ്രീ ആകുമ്പോൾ തന്നെ അങ്ങനെയുള്ളതേ വരുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തവരെയും പേഴ്സണലി ഞങ്ങൾ DMCമാർ, വിജ്ഞാന പത്തനംതിട്ടയുടെയും കുടുംബശ്രീയുടെയൊക്കെ DMCമാർ ഉൾപ്പെടെ പോയി കണ്ട് അവരുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് ആവുന്ന മാക്സിമം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. ഇപ്പം ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ജോബ് ഏജൻസിയുടെ പരസ്യം പത്രങ്ങളിൽ കാണും. ഈ പത്രത്തിലുള്ള അവരും കൊടുക്കും, ഞങ്ങൾക്കെതിരെ ഉത്തരവാദിത്തം. ഏജൻസി വിളിക്കുമ്പോൾ അന്ന് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്, ചിലർ 1000 മേടിക്കും. എന്നിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിടും. ജോലിയൊന്നും കിട്ടുന്ന കാര്യം വളരെ കുറവാണ്, ചിലർക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ എന്തെങ്കിലും അത്ര ഫീസ് മേടിക്കുന്നുണ്ടോ? യാതൊരുവിധ ഫീസുമില്ല, മൊത്തം സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ പത്തനംതിട്ട ജില്ലയാണ് ഇത് പൈലറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പൈലറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുമായിട്ട് അവരുടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ കുടുംബശ്രീ DMC ആണ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ തൊഴിൽമേള നടത്തുന്നതും നൈപുണ്യ പരിശീലനത്തിന് KDISCുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടാണ് ഇവരുടെ പരിശീലനത്തിന്. ശരിക്കും ട്രെയിനിങ്ങിന് കോസ്റ്റ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് വഹിക്കുന്നത് പക്ഷേ തദ്ദേശ സ്ഥാപനമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മളിതിനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ വന്നാൽ മതി, ട്രെയിനിങ്ങിന് വന്ന് പരിശീലനം നേടി അവർ ജോലി വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനവും KKEMഉം കുടുംബശ്രീയുമാണ്. ഇത് കേൾക്കുന്നവർക്ക് സംശയം തോന്നും, ഇതൊക്കെ വിജയിക്കുമോ? അതിന് ഉത്തരവ് മേഡത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ജോബ് ഫെസ്റ്റ് നടത്തി, ആ അനുഭവം കൂടെ ഒന്ന് പങ്കുവെക്കാമോ? നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വിജ്ഞാന പത്തനംതിട്ടയുമായിട്ട് ചേർന്ന് 8ഓളം ജോബ് ഫെയറുകൾ നടത്തുന്നു. ഏകദേശം 1500ഓളം പേർക്ക് പലയിടങ്ങളിൽ ഗൾഫ് ഉൾപ്പെടെയുള്ളതിനകത്ത് ജോലി ലഭ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ ഹയർ ദ ബെസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഇതൊരു ആദ്യം എംപ്ലോയേഴ്സിൻ്റെ വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ തന്നെ ആൾക്കാർക്ക് അത് നമ്മൾ ഉടനടനെ നമ്മൾ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ
പത്തനംതിട്ടയിൽ വെച്ച് നടന്നതിൽ 600 പേരാണ് പങ്കെടുത്തത്. അതിൽ 200 പേർക്കോളം ജോലി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നവർ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണതോതിൽ നമ്മുടെ ജില്ലയിൽ ഫസ്റ്റ് ഫേസിൽ എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറോട് വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് വിജ്ഞാന കേരളവുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേളയാണ്. ഇപ്പോൾ 5000 സ്ത്രീകൾക്ക് ഈ വർഷം തന്നെ കുടുംബശ്രീ ജില്ലയിൽ തൊഴിൽ നൽകുവാണ്. ഇതൊരു മാതൃകപരമായ പദ്ധതിയല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാർ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. ഇന്ന് കേരളത്തിലൊട്ടാകെ അതിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട 5000-ലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ കേരളത്തിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒന്നായി ഇത് മാറും. ഒരുപാട് സ്ത്രീകൾക്കടക്കം തൊഴിൽ ലഭിക്കുന്ന ഈ പദ്ധതി ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകും. നല്ല പദ്ധതിയാണ്, നല്ല ആശയമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അത് തന്നെയാണ്. കേരളത്തിൽ വരുന്ന ഒരു വർഷം കൂടിയാണ്ട് 9-10 വർഷമാകുകയാണ്. ആ സമയത്ത് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വലിയ ലക്ഷ്യം നേടുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു ലക്ഷ്യം ഇതിൽ സാധ്യമാകുകയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയായിരുന്നു 10 വർഷം കൊണ്ട് നിരവധി ആൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. അതിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നന്ദി. അദ്ദേഹം തിരക്കോടെ ഒരു പരിപാടിയിലേക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ജോലി കിട്ടിയ ആളുടെ അനുഭവമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് അടുത്ത ഈ ജോബ് ഫെസ്റ്റ് എവിടെയാണ്, എങ്ങനെയാണ്? ഈ പത്തനംതിട്ടയിലായിരുന്നു ആദ്യത്തെ ഇത്, ജില്ലാതലം നടത്തി. ഇനി നമ്മൾ തിരുവല്ലയിൽ 24-ാം തീയതി, ഈ മാസം അവസാനം 30-ാം തീയതിയോടുകൂടി അടൂർ ഭാഗത്ത് നടത്താനായിട്ട്. അപ്പം പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം അതാത് ബ്ലോക്കുകളിൽ തന്നെ കൊടുക്കാനാണ്. അപ്പോൾ തിരുവല്ലയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ തിരുവല്ലയിൽ തന്നെ ജോലി കിട്ടും. തിരുവല്ല മുനിസിപ്പാലിറ്റിയും പുളിക്കീഴ് ബ്ലോക്കും മല്ലപ്പള്ളിയുമാണ് 24-ാം തീയതി ജോബ് ഫെയറിന് വരുന്നത്. പിന്നെ വരുന്ന എംപ്ലോയീസും അതാണ്, ഉദ്യോഗാർത്ഥികളും അതാണ്. രണ്ടുപേരും ആ മേഖലയിലുള്ളവർ. പത്തനംതിട്ട വെച്ച് നടത്തിയപ്പോൾ പത്തനംതിട്ട ബ്ലോക്കും കോയിപ്പുറം ബ്ലോക്കുമാണ് വന്നത്. ഇനി അടൂർ വെച്ച് നടക്കുന്ന അടൂരും പന്തളം. അങ്ങനെ മൊത്തത്തിൽ അതായത് അവർക്കൊന്നെങ്കിൽ അവർ താമസിക്കുന്ന ബ്ലോക്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ബ്ലോക്കിൽ ജോലി ലഭ്യമാവണം. അതാണ് നമ്മുടെ ഉദ്ദേശം. 24-ാം തീയതി 24-ാം തീയതി തിരുവല്ലയിൽ നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുക, വീടിൻ്റെ അടുത്ത് തന്നെ ജോലി നേടുക. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.